ടോം ചേട്ടോ ചാണകല്ലേ ഇപ്പൊ ഈ അമരപ്പയർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ അമരപ്പയർ ഉണ്ടായി കിടക്കാണ്ട് കൂടുതൽ പോവാൻ തോന്നുന്നില്ലേ. അപ്പൊ ഈ അമരപ്പയറിന്റെ കടയ്ക്ക് ഒരു വളം ഇടണം. വളമിടാന്ന് പറഞ്ഞതേ ഇത് മുന്നേ ഇതിമ്മ കായ ഉണ്ടാവാണ്ട് കിടക്കായിരുന്നു. അത് ശരി. കായ ഇടാണ്ട് ആ കിടക്കുന്ന സമയത്ത് ഗോമൂത്രവും പശുക്കളുടെ ഈ ഇതിന്റെ മുകളിൽ കാണാം. ഈ കടയുടെ മുകളിൽ നിങ്ങൾ കാണുന്നതും ഉണ്ടായി കിടക്കുന്നത് കാണുക. ഇത് എന്താണ് പറയുന്നത്, എന്താണ് സത്യമുണ്ടോ, ഇതിൽ കഴിവുണ്ടോ, ഇതിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ കടയ്ക്ക് ചാണവും മീൻകുളത്തിലെ വെള്ളവും അതുപോലെ തന്നെ ഗോമൂത്രവും കോഴിക്കാട്ടവും കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ കടയ്ക്ക് ഇടുകയാണ്. ഈ ഇട്ടിട്ട് ഒരു 2 പ്രാവശ്യം ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു. ഇപ്പം ഇടണത് ചാണവും കോഴിക്കാട്ടം, ഒഴിച്ചേക്കണത് ഗോമൂത്രം, മീൻകുളത്തിലെ വെള്ളം, പഴങ്കഞ്ഞെള്ളം, മാടുകളുടെ മൂത്രം. ഇത് കൂടി 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തതിന് ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്കിവിടെ പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ വളരുന്നത് കണ്ടോ? ഇത് വെറുതെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കല്ല. ഈ വളർന്നത് കാണുക, എന്നിട്ട് ഇതുപോലെ കൃഷി ചെയ്യുക. ഇതുപോലെ കൃഷി ചെയ്താൽ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചുകൊണ്ടുപോകാൻ സാധിക്കും. ഇത് വെറുതെ പറഞ്ഞ് പോണതല്ല. ഇതിൻ്റെ കടയ്ക്ക് ഇട്ടേക്കണതും ഇതിൻ്റെ കടയ്ക്ക് ഇട്ടേക്കണത് കാണുക. കണ്ടാ പൊട്ടിച്ചത് ഇവിടെ വെച്ചേക്കണ കണ്ടാ. ഞാൻ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സാധനം കൂടി ഉണ്ടായി കിടക്കുന്നത്. കേൾക്കണ്ട. അപ്പം ഞാൻ പൊട്ടിക്കുന്നത് നിർത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം പൊട്ടിച്ച പാത്രം നടന്നു. അപ്പോൾ ഇതൊരു വലിയ പമ്പലാണ്. കണ്ട കൂട്ടത്തോടു കൂടി ഉണ്ടായി കിടക്കുക. ഞാൻ പൊട്ടിക്കാൻ പ്ലാനില്ലാണ്ട് ഇത് കണ്ട കൊല കുത്തിയാണ് ഉണ്ടാക്കിയേക്കണം. കൊല കുത്തി എന്ന് പറഞ്ഞാൽ കൊല കുത്തി കണ്ട. വെറുതെ കാട്ടണല്ല. അതിൻ്റെ കട കണ്ടതുങ്ങ വെറുതെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നതല്ല. ഇതുപോലെ കൊല കുത്തിയാണ് ഉണ്ടാക്കിയേക്കണം. കണ്ട ഇത് നാടനല്ല, വയലറ്റാണ്. വയലറ്റ് അമരപ്പയർ പ്രത്യേകതയുണ്ട്. കണ്ട പാത്രം നടന്നപ്പോൾ നിർത്തിയേക്കുക. എന്താ നിലത്ത് വീണ. ഇത് വയലറ്റ് അമരപ്പയറാണ്. കൊല കുത്തിയാണ് ഉണ്ടായേക്കണം. എനിക്ക് പൊട്ടിക്കാൻ പറ്റാണ്ട് ഞാൻ കോണി വെച്ച ഇപ്പം കണ്ടാ ചൂട് വെച്ചാണ് പൊട്ടിക്കണേ. ഇതുണ്ടാവാത്ത കിടക്കായിരുന്നു. ഇതുമ്പോൾ മൂത്രവും ബാക്കിയുള്ള വളങ്ങൾ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായി. ഞാനിപ്പോൾ അത് പൊട്ടിക്കണം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട പൊട്ടിച്ചെത്തണല്ലേ ഞാൻ പൊട്ടിച്ചിട്ട് കണ്ട അടിയിലൊക്കെ നോക്കിയാൽ എന്താ പറയുന്നത്. കണ്ട അടിയിലുണ്ടായി കിടക്കണണ്ട ഓരോന്നിൻ്റെ. ഇവിടെ പാത്രം നടന്നിട്ട് ഞാൻ നിർത്തിയേക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കാനുണ്ട് കേട്ടാ. ഇതൊരു വലിയ പന്തലാണ്. ഈ പന്തലുമ്പോൾ നിറച്ചിതാണ്. കണ്ട കൂട്ടത്തോടു കൂടി ഉണ്ടായി എടുക്കുക. കണ്ട ഇവിടെ കിടന്ന പഴുത്ത് പോവും, ചീത്തയായി പോവും. അപ്പോൾ എനിക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാനിത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വളട്ട് കൊടുക്കണം. വളട്ട് കൊടുത്തതേ ഇപ്പോൾ നനയ്ക്കാനും പൊട്ടിക്കാനും പോകാൻ. ഇനിയിപ്പോൾ ഈ പണി നിർത്തി വേറെ പണിയിലേക്ക് പോകണ്ടാ. ഇത് വിട്ടു ഇനി വേറെ പണിയിലേക്ക് പോവാ. അടുത്ത വേറെ പാടത്തേക്ക് പോവാ. വിഷു വരെയാണ്. വിഷു വെള്ളരിയും പച്ചക്കറിയും നടാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പൊ അവിടെ നിന്ന് ഓടിയതാണ് നിങ്ങൾ. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഓടുകയാണ്. നല്ലൊരു വിഷുക്കടി വെക്കാനായിട്ട് എനിക്കൊരു വെള്ളരി തന്നോട്ടോ. അടിപൊളി കാണാൻ പാവലം കിടക്കാണ്ട. പാവലത്തിന്റെ തണ്ട് കടകള് കയറ്റിവിടാൻ സമയം കിട്ടിയില്ല. കണ്ട ഇത് കാണുന്നിങ്ങ. അതല്ല വലിയത്. ഇത് ഉണ്ടായി കിടക്കണം. കണ്ട നിറച്ചാണ്. ഇതൊരു വലിയ പമ്പലാ. കണ്ട ഇതിന്റെ സൈഡിൽ പാവലുണ്ട്. കണ്ടേ ഞാൻ നുണ പറയുന്നതല്ല. കണ്ട കൊല കുത്തി ഉണ്ടായേക്കണം. കണ്ട ഓരോ കൊലയുമെന്നും പൊടിയിലും കണ്ടതേ. കണ്ട ഇത് ഇടാൻ സ്ഥലമില്ലാത്ത ആരോട്. കണ്ട കൊലകൾ ഇങ്ങനെ കുത്തി കിടക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. അതിൻ്റെ അപ്പുറത്ത് പാവലാണ്. വലിയൊരു പന്തലാണ്. ഞാൻ പോകുന്നത് നോക്കുക. ഈ പന്തലുമ്പോൾ 2 കടയാണ് ആ കാണുന്നത്. കണ്ടാ ഇത് പാത്രം നടന്നിട്ട് ഞാൻ നിർത്തിക്കുക. പൊട്ടിക്കാൻ കൊണ്ടുവന്ന പാത്രം നടന്നു. കണ്ട ഇത് വെറുതെ നിങ്ങൾ പറഞ്ഞ് നേരം പോക്കിന് വേണ്ടി വിടുന്നതല്ല. കണ്ട പാവയ്ക്കില്ല കിടക്കണം. എൻ്റെ അടിയിൽ വേറെ എൻ്റെ അടിയിൽ പാവയ്ക്ക വേറെ ഒരു പന്തൽ അപ്പുറത്തുണ്ട്. ആ പന്തലിൻ്റെ പാവയ്ക്കാണ് ഇതുമ്പോൾ കയറി കിടക്കണേ. കണ്ട ഞാൻ ഇപ്പോൾ ഈ പണി നിർത്തി വേറെ പണിയിലേക്ക് പോവാ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതല്ല വലിയത്. എനിക്ക് വിഷു വരെയാണ്. വിഷു പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്. വിഷുവിന് കൈനീട്ടം കൊടുക്കണം.
അപ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് പോകാൻ നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് ഈ പണി. കണ്ടാ, ഇത് നിങ്ങളെ വെറുതെ പറഞ്ഞാൽ ഈ കാട്ടി തന്നൊന്നും വെറുതെ പറ്റിക്കുന്നതല്ല. ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്താൽ കൈ നിറച്ചുണ്ടാവും, പൊട്ടിക്കാൻ ഇഷ്ടം പോലെ. കണ്ടാ, ഇതൊരു വലിയ പന്തലാണ് ഞാൻ പോണത്. നിങ്ങൾ നോക്കുക, നമ്മൾ വേറൊരു കീടങ്ങളും ചെയ്തിട്ടില്ല. കണ്ടാ, കൊല കുത്തിയാണ് ഉണ്ടായി കിടക്കണം. കണ്ടാ, ടോമിയുടെ കൈ നിറയെ കണ്ടാ പയറ് കണ്ട കാണിച്ചേ. കണ്ടാ കണ്ടാ പാവയ്ക്ക് കിടക്കണ്ട. അതിൻ്റെ അടിയിൽ വേറൊരു സൈഡ് കണ്ടാ പാവയ്ക്കിൻ്റെ കിടക്കണ്ട. സൈഡ് വയലറ്റ് കളറാ. ഇത് വെറുതെ പറയുന്നതല്ല, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് പൊട്ടിച്ചെത്തണില്ല. കണ്ട, ഇതുപോലെ വളർട്ട് ഇതുപോലെ ഉണ്ടായിട്ട് നിങ്ങളിത് കാണുക, ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്യുക. ഇതുമ്മ വേറൊരു കീടങ്ങളും ചെയ്തിട്ടില്ല. ഇത് കൊണ്ടുപോയി നിങ്ങൾ ഭക്ഷണം വെച്ച് കഴിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവും. 10 വർഷം കൂടി കൂടുതൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. വെറുതെ പറയുന്നതല്ലത്, ഇത് സത്യസന്ധമായ കാര്യം. ഒരു കൃഷിക്കാരൻ്റെ അനുഭവമാണ്. ഇത് വെറുതെ ഒരു കട കാട്ടണതല്ല. കണ്ടാ, ഇത് പാത്രം നിറഞ്ഞ് ഞാൻ പൊട്ടിക്ക് നിർത്തി വേറെ പണിക്കിലേക്ക് പോവാം. എനിക്കിത് പൊട്ടിച്ചാലും കാശാണ്, പക്ഷെ ഞാൻ വേറെ പണിയിലേക്ക് പോവാണ്. കണ്ടാ, ഓരോ കൊലകളും കണ്ട് ഉണ്ടാക്കിയേക്കണം. കണ്ടതേ, ഇതുപോലെയാണ് ഓരോ കൊലകളും. എന്നാ ഈ പാത്രം കവിഞ്ഞു പോകണം, പാത്രം കവിഞ്ഞ് നിലത്തേക്ക് വീഴണം. ഇവിടെ അത് കാരണം പൊട്ടിക്കൽ നിർത്തിയേക്കുക. കണ്ട, പാവക്കിൻ്റെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ പന്തൽ കണ്ട, ഇത്ര വലിയൊരു പന്തലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ പൊട്ടിച്ച് കൂട്ടുന്നത്. അതിൻ്റെ ഇടയിൽ പാവയ്ക്ക കണ്ട, കൊല കുത്തി പാവയ്ക്ക ഒരു സൈഡ് കണ്ട. അതിൻ്റെ അടിയിൽ ചീര കണ്ട, ചീര. ഇതെല്ലാത്തിനും ഇതുപോലെ കൃഷി ചെയ്യണം. കൃഷി ചെയ്യാൻ പഠിക്കുക, കൃഷി ചെയ്യുക. ഇതുപോലെ നിങ്ങൾ കണ്ട ഓരോ കൊലകളും കണ്ട, അതേ കണ്ട ഓരോ കൊലകൾ കണ്ട, അതേ ഓരോ കൊലകളിൽ നിന്ന് പൊട്ടിക്കുന്നത് നിങ്ങൾ കാണാം. ഇത് പൊട്ടിച്ചെത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഇതേ കണ്ട, അതേ ഇതൊക്കെ പൊട്ടിക്കാനുള്ളതാണ്. കണ്ട, കൊല കുത്തിയാണ് ഉണ്ടായേക്കണേ. കണ്ട, അതേ എനിക്ക് വ്യത്യാസമില്ല. ഇതുപോലെ വളർത്ത് ഇതുപോലെ കൃഷി ചെയ്താൽ ഇതിലും പെരുത്ത് സാധനം പൊട്ടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ പയറും തോട്ടം പാവലത്തോട്ടത്തിലേക്കൊക്കെ പോവാണ്. പടവലത്തോട്ടത്തിലേക്കൊക്കെ പോണതിൻ്റെ ഇടയിലാണ് ഈ ഒരു പണി. കണ്ട, പാവയ്ക്കിൻ്റെ അവിടെ കണ്ട, പാവയ്ക്ക അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഈ പിടിച്ചതിൻ്റെ മുകളിൽ പാവയ്ക്ക കണ്ട, പാവയ്ക്ക കണ്ട ഒരു സൈഡ് കണ്ട. വെറുതെ പറഞ്ഞ് നിങ്ങളെടുത്ത് വെറുതെ പറഞ്ഞ് പോണതല്ല. പാവയ്ക്കിൻ്റെ അവിടെ കണ്ട, ഇത്ര ചൂട് സമയത്തും ഇതുപോലെ പാവയ്ക്ക ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് കൃഷി ചെയ്തുണ്ടാവുക? ഇതുപോലെ ചൂട് സമയത്തും ഇതുപോലെ ചൂടുള്ള സമയത്തും ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കണം. എന്താ, കൃഷിക്കാരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൃഷിക്കാരായിരിക്കണം. അല്ലാതെ ഒരു കട വെല്ലോൻ്റെ കൃഷി കാട്ടി ഇത് കൃഷി ചെയ്താണെന്ന് പറയല്ല ചെയ്യുക, അധ്വാനിച്ചുണ്ടാക്കുക. കണ്ടാ, പാവയ്ക്കിൻ്റെ കിടക്കണ്ട അതിൻ്റെ സൈഡിൽ, ഈ അമരപ്പയറിൻ്റെ സൈഡിൽ പാവയ്ക്ക. കണ്ടാ, ഇതിൻ്റെ അപ്പുറത്ത് വേറെ കൃഷി ഉണ്ട് കേട്ടാ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ കൃഷി ചെയ്തിട്ടുണ്ട്, പടവലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചരക്കുണ്ട്. ഇതൊന്നും ഞാൻ കാട്ടിയിട്ടില്ല. ഇതൊക്കെ വേനൽക്കാലത്തും പൊള്ളുന്ന ഈ ചൂട്ടത്തും സൂര്യോദയം വരെ സൂര്യാസ്തമയം വരെ പറമ്പിലാണ് പണി. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഈ മണ്ണിനോട് മല്ലിടുകയാണ്. കണ്ട, പാവയ്ക്ക കണ്ട, പാവയ്ക്ക കാണുമ്പോൾ പാവം പാവയ്ക്ക ചിരിക്കുകയാണ്. പാവം പാവയ്ക്ക നോക്കി ഇന്ന് ചിരിക്കുന്നു. കണ്ട, ഇതാണ് വെറുതെ പറഞ്ഞു പോണതല്ല. എന്താ, പാവയ്ക്ക പടവല് പാവയ്ക്കൻ്റെ കണ്ട, എൻ്റെ മുന്നിലും പിന്നിലൊക്കെ പാവയ്ക്ക. കണ്ട, ഇതാണ് പാവയ്ക്ക. ഈ അമരപ്പയർ വെക്കാൻ സ്ഥലമില്ല എന്നാലും. എന്താ, ഞാൻ പൊട്ടിക്കാനുണ്ട്. ഞാൻ പൊട്ടിച്ച ഇതാണ് ഈ കാണുന്നത്. ഇതൊക്കെ പൊട്ടിക്കാനുള്ളതാണ്. ഞാൻ ഇപ്പോൾ പൊട്ടിക്കൽ നിർത്തി വേറെ പണിയിലേക്ക് പോകണം. ഇത് നനയ്ക്കണം. അത് കഴിഞ്ഞ് എനിക്ക് വിഷുവിൻ്റെ പച്ചക്കറി നടണം. അതിൻ്റെ തിരക്കിലാണ്. എന്താ, പാവയ്ക്കിൻ്റെ എടുക്കണ്ട, പാവയ്ക്ക ഇതൊക്കെ പാവയ്ക്കിൻ്റെ എടുക്കണ്ട. ഇല്ല,
കുഞ്ഞാറിൽ മാറി വെള്ളം വരും. അടുത്ത കുളത്തിലെ വെള്ളം കൂടി തുറക്കാൻ പോകണം. നോക്കുക, ഈ വെള്ളത്തിൻ്റെ കളർ നോക്കുക. ഈ 3 കുളത്തിലെ വെള്ളം കൂടിയാണ് ഇത് കൃഷിയിലേക്ക് വിട്ടാണ്. ഞാൻ പടം പിടിച്ചത്. നമ്മളവരെ ഈ കുളത്തിലെ വെള്ളം കൊണ്ടാണ് ഈ പച്ചക്കറി കൃഷി നനയ്ക്കുന്നത്. ഈ 2 കുളത്തിലെ വെള്ളവും മോട്ടറടിച്ച വെള്ളം കൂടിക്കൊണ്ടാണ് ഇത്. ആ വെള്ളമാണ് വരുന്നത്. ആ വെള്ളം കൊണ്ടാണ് ഈ കൃഷി ഇറക്കിയിരിക്കുന്നത്. ഈ കാണുന്ന പച്ചമുളകും, ഈ കാണുന്ന പാവയ്ക്കും, ഈ കാണുന്ന പടവലങ്ങയും, ഈ കാണുന്ന അമരപ്പയറും ഇതിൽ നിന്ന് ഈ കൃഷിയുടെ വെള്ളം കൊണ്ടാണ് ഇത്ര കൂടുതൽ കായ്കനികൾ ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾ കാണുക, ഇത് ആസ്വദിക്കുക, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. നോക്കുക, 2 കുളത്തിലെ മീൻ വെള്ളം. ഇതാ കാണുന്ന പച്ചമുളക്, വെണ്ട, പയറ്, ചീര എന്നിവയൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കുരുടിപ്പില്ലാത്തത് ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ അംശം കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മുളക് ഇപ്പോൾ കുരുടിക്ക് പോയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് പച്ചമുളക് കുരുടിക്കും. പക്ഷേ ഇവിടെ പച്ചമുളക് കുരുടിച്ചിട്ടുണ്ടോ ഈ കടയുമ്പോൾ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ പയറുണ്ടായി കിടക്കണതാണ്. പയർ ഒരു കടയുള്ളൂ. ആ ഒരു കട പയറുണ്ടായി കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെയാണ് ഈ പാവലും. ഈ കുളത്തിലെ വെള്ളം കൊണ്ട് ഇതേ നനയ്ക്കുകയാണ്. ഈ വെള്ളം 3 കുളത്തിലെ വെള്ളമാണ്. 2 കുളത്തിലെ വെള്ളവും മോട്ടർ കൂടി അടിച്ച വെള്ളം ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നനയ്ക്കുന്നത് കൊണ്ടാണ് ഇത്ര പേർക്ക് സാധനം ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇത് കാണുക, നിങ്ങൾ മനസ്സിലാക്കുക, അറിവ് സമ്പാദിക്കുക. ഇപ്പം മീൻ കുളത്തിലെ വെള്ളവും മോട്ടറടിക്കുന്ന വെള്ളവും 2 കുളത്തിലെ മീൻ കുളത്തിലെ വെള്ളം, ഈ മോട്ടറടിക്കുന്ന വെള്ളം കൂടിയിട്ടാണ് പച്ചക്കറി തോട്ടത്തിലേക്ക് വിടാൻ പോകുന്നത്, പാവലത്തോട്ടത്തിലേക്ക്. ഇത് നിങ്ങൾ കാണുക, ഇതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്യുക. നോക്കുക, കളർ നോക്കുക വെള്ളത്തിൻ്റെ. ആ വെള്ളവും ഈ വെള്ളവും കൂടി വരുന്ന കളർ, ഈ വെള്ളമാണ് തോട്ടത്തിലേക്ക് വിടുന്ന കൃഷിത്തോട്ടത്തിലേക്ക്. ആ വെള്ളത്തിൻ്റെ കളർ കാണാം. മോട്ടറടിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം വിടുന്നതാണ്.